എന്തൊക്കെ പറഞ്ഞിരുന്നാലും കാലം എത്ര മാറിയാലും സമസ്തയുടെ നിലപാട്, സ്ത്രീകളോടുള്ള നിലപാടിൽ മാറ്റമുണ്ടാകില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആനന്ദ് പുതൂര് ചേരുന്നുണ്ട്. ആനന്ദ്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ അതിർവരമ്പുകൾ ഉണ്ട് എന്നാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പരാമർശം. ഇനിയും മാറില്ല, കാലം എത്ര മാറിയാലും സമസ്ത മാറില്ല, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയല്ലേ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്? അദ്ദേഹത്തിന്റെ പറച്ചിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ, അതായത് ഈ സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം തുല്യരായി കാണുന്ന ഒരു രീതി സംഘടനയ്ക്ക് ഇപ്പോഴും കൈവന്നിട്ടില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് സമസ്തയുടെ സ്ഥാപക ദിനത്തിൽ അതിന്റെ അധ്യക്ഷൻ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും, 2 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനികളെയും ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ഒരു വിദ്യാർത്ഥിനി അത്തരത്തിൽ ഉപഹാരം വാങ്ങുന്നതിനായി സ്റ്റേജിലേക്ക് കയറിയപ്പോൾ ഈ സമസ്തയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണങ്ങൾ, അതായത് അത് ഉചിതമായില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ വന്നിരുന്നു. വളരെ ഞെട്ടലോടെ തന്നെയാണ് സമൂഹം ഇത് കേട്ടത്. പക്ഷേ അപ്പോഴും സമസ്തയുടെ അധ്യക്ഷൻ അന്നും ഒരു ന്യായീകരണമായി രംഗത്ത് വന്നിരുന്നു. കാരണം സമസ്ത എന്ന് പറയുന്നത് ഒരു മതസംഘടനയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട്. ആ ചട്ടക്കൂടുകൾക്കകത്തു നിന്ന് മാത്രമേ സംഘടനയ്ക്ക് പ്രവർത്തിക്കാനാവൂ എന്നുള്ള ഒരു ന്യായീകരണമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് അധ്യക്ഷൻ പറഞ്ഞത്. ഒരുപക്ഷെ അതേ അഭിപ്രായത്തിന്റെ മറ്റൊരു വകഭേദമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് സമസ്തയുടെ സ്ഥാപക ദിനത്തിലും ജിഫ്രി മുത്തുക്കോയ വ്യക്തമാക്കിയത്. അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ സംഘടന എതിരല്ല, പക്ഷെ അതിന് ചില മാനദണ്ഡങ്ങൾ വേണമെന്നുള്ള ഒരു അഭിപ്രായമാണ് തങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് ചില അതിർവരമ്പുകൾക്കകത്ത് നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ അതായത് സംഘടന തടസ്സമല്ല എന്നാണ് വ്യക്തമാക്കിയത്. സ്വാഭാവികമായിട്ടും അപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യം, ഏതാണ് ഈ അതിർവരമ്പുകൾ? അതായത് വിദ്യാഭ്യാസം നൽകുന്നതിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാത്രം എന്തിനാണ് അത്തരത്തിൽ അതിർവരമ്പുകൾ വെക്കേണ്ട കാര്യം? അതായത് ഏതാണ് അതിർവരമ്പുകൾ എന്നുകൂടി സംഘടന വ്യക്തമാക്കണമെന്നുള്ള ആവശ്യമായി തന്നെ നിരവധി പുരോഗമന സംഘടനകളടക്കം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലടക്കം ടെക്നോളജി എല്ലാം ഈ ഒരു തലത്തിലേക്ക് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ഒരു കാലത്തിൽ പോലും അത്തരത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസം കാണുന്ന തരത്തിലേക്കുള്ള ഒരു സംഘടനയുടെ ഒരു പ്രവർത്തനം അത് എത്രത്തോളം ഉചിതമാണ് സമൂഹത്തിന്റെ പുരോഗതിക്ക് എന്നുള്ള ഒരു ചോദ്യവും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. സ്ത്രീ സംഘടനകളടക്കം ഈ ഒരു വിഷയത്തിൽ എന്തായാലും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. രജനി.